ഹിറ്റ്ലറെ കേട്ടിട്ടുണ്ടോ? ഹിറ്റ്ലറെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഹിറ്റ്ലർ പോളണ്ട് പിടിച്ചടക്കിയ സമയത്ത് അയാൾ മിക്കവാറും ഏത് രാജ്യം കീഴടക്കാണ് ആദ്യം ചെയ്യുന്ന പരിപാടി അവിടുത്തെ ജൂതന്മാരെ മുഴുവൻ കശാപ്പ് ചെയ്യാന്നുള്ളത്. പോളണ്ട് പിടിച്ചടക്കിയപ്പോഴും അയാൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ പോളണ്ടില് ഓസ്കർ ഷിൻലർ എന്ന പേരുള്ള ഒരു ബിസിനസ്സുകാരല്ലേ. അയാള് ഹിറ്റ്ലറുടെ പാർട്ടിന്റെ നാസി പാർട്ടിന്റെ അനുഭാവിയാണ്. ഹിറ്റ്ലറെ മൂപ്പര് നേതാവ്. ഇയാൾക്ക് ബിസിനസ് ഈ അലൂമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പണിയാണ്. നല്ല വലിയ കമ്പനി ഉണ്ട്. അങ്ങനെ യുദ്ധം വന്നപ്പോൾ ഹിറ്റ്ലറെ പട്ടാളക്കാർക്ക് പാത്രങ്ങൾ ഉണ്ടാക്കാനുള്ള കരാർ ഇയാൾ നേടി ധാരാളം പൈസ ഉണ്ടാക്കി. അതിനൊരു ദിവസം ഇയാളുടെ മാനേജറായിട്ടുള്ള ഒരാള്, അയാൾ ജൂതനാണ്, അയാളെ ഹിറ്റ്ലറുടെ പട്ടാളക്കാർ വന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നാ പറയുന്നത്. അപ്പോൾ ഹിറ്റ്ലർക്ക് ആകെ വട്ടളങ്ങി. കാരണം ഈ മാനേജർ ഇല്ലാതെ അയാൾ ഒരു ബിസിനസ് നടക്കൂല. അയാൾ മെല്ലെ ഹിറ്റ്ലറുടെ പട്ടാളക്കാരടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ അവനെ വിട്ടു തരണം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. അങ്ങനെ ഹിറ്റ്ലറിന്റെ പട്ടാളക്കാർക്ക് കൈക്കൂലി കൊടുത്തിട്ട് അയാൾ ജൂതനായിട്ടുള്ള അയാളെ മാനേജറെ മോചിപ്പിച്ച് രഹസ്യമായി കൊണ്ടുപോയി പാർപ്പിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ വീണ്ടും വരും. അടുത്ത ഈ ജൂതന്മാരെ ഇവർ വോട്ടപ്പട്ടികയൊക്കെ നോക്കിയിട്ടാണ് തേടി പിടിക്കാന്ന് പറഞ്ഞത്. അങ്ങനെ ഇയാളെ പണിക്കാർ ഓരോരുത്തർ കൊണ്ടുപോകും. ഇയാള് പട്ടാളക്കാർക്ക് കൈക്കൂലി കൊടുക്കും, മോചിപ്പിക്കും, എന്നിട്ട് രഹസ്യമായി പാർപ്പിക്കും. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി, ഞാൻ കുറെ മനുഷ്യരാണല്ലോ രക്ഷിച്ചെടുത്തത്. അത് പിന്നീട് ഇയാൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു ആനന്ദം ഈ മനുഷ്യനുണ്ടാക്കി. പിന്നീട് ഈ മനുഷ്യന് അയാളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ചെലവാക്കി ഹിറ്റ്ലറുടെ ആളുകൾ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ജൂതന്മാരെ ഓരോരുത്തരെ മോചിപ്പിച്ചിട്ട് രഹസ്യമായിട്ട് പാർപ്പിച്ചു. എന്നിട്ട് അവസാനം ഒരു 5 പൈസ ഇല്ല. അവസാനം ഇയാൾ കരയാണ്, എനിക്ക് കുറച്ച് ഡോളർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരാളുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നല്ലോ എന്ന് ഇയാൾ വിലപിച്ചു പോകുന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഹിറ്റ്ലർ ദയനീയമായി പരാജയപ്പെട്ട് പിന്നെ ഒളിച്ചിരുന്ന ജൂതന്മാർക്ക് ധൈര്യമായിട്ട് പുറത്തു വരാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അപ്പോഴേക്ക് ഓസ്കർ ഷില്ലർ ഇവരെ സഹായിച്ച് ഇയാളുടെ സകല സമ്പാദ്യം തീർന്നിട്ടുണ്ട്, പരമദരിദ്രനായിട്ടുണ്ട്. അങ്ങനെ ഇവര് വളരെ വികാരഭരിതമായിട്ടുള്ളൊരു സീനാണത്. ഈ ജൂതന്മാർക്ക് ഈ രക്ഷിച്ച മനുഷ്യന് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല. എന്നിട്ട് അവരുടെ കയ്യിലുള്ള പൊട്ടുപൊടി സ്വർണം, ചിലർ സ്വർണത്തിന്റെ പല്ലൊക്കെ ഊരിയിട്ട് അത് വിളക്കിയിട്ട് ഒരു മോതിരം ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യൻ കണിച്ചു കൊടുക്കും. അന്ന് ഓസ്കർ ഷിൻഡലർ രക്ഷപ്പെടുത്തിയ ജൂതന്മാര് ഷിൻഡലറുടെ ജൂതന്മാരെന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അവരുടെ തലമുറ പിന്നീട് ഇയാളുടെ ഓർമ്മ ദിവസത്തില് ഇദ്ദേഹത്തിന്റെ കബറിൽ ഓരോ കല്ലിങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ. അപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞത് ഓസ്കർ ഷിൻഡലർ എന്ന മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നു. ഇതുപോലെ ഞാനൊരു മനുഷ്യനെ, ഞാൻ വളരെ ചുരുക്കം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞാൻ മനുഷ്യന്മാരെ തേടി നടക്കാന്നല്ല പറഞ്ഞത്. ഒരിക്കലും ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഇങ്ങനെ വരിക്ക് നിന്നിട്ട്, അപ്പൊ എന്റെ മുമ്പിലുള്ളവരൊക്കെ തീർന്ന് അടുത്തത് എന്റെ ഇതാണ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു വീൽ ചെയറിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നു. അപ്പൊ പിന്നെ സ്വാഭാവികം ഡോക്ടർ പ്രഥമ പരിഗണന അയാൾക്കുള്ള കൊടുക്കും. അപ്പൊ ഇയാൾക്ക് നീക്കാനൊന്നും വയ്യ. അപ്പൊ ഡോക്ടർ ആ സീറ്റിൽ നിന്ന് നീച്ചിട്ട് ഇയാളടുത്ത് വന്നിട്ട് എന്താ സൂക്കേടെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞിട്ട്, അപ്പൊ ഈ മനുഷ്യന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന് നമ്മുടെ അത്ര ബുദ്ധി വളർന്നിട്ടില്ല, ഒരു അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഡോക്ടർ എന്താ സൂക്കേടെന്ന് ചോദിച്ചപ്പോ ഇയാൾ പറയാം, കാലിലൊരു മുറിയുണ്ട്, അത് മാറണില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പെട്ടെന്ന്, ഇല്ല ഷുഗർ ഇല്ല. പിന്നെ എന്തോ ആലോചിച്ചിട്ട്, എന്താ നിങ്ങൾ ഉണ്ടോന്ന് നോക്കി, ഞാൻ കൈ നീട്ടി കാണിച്ചു ഷുഗർ നോക്കാൻ. മനസ്സിലായില്ല, ബുദ്ധി ഇങ്ങനെ കുറഞ്ഞ ഒരു മനുഷ്യനാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ കൈ പിടിച്ച് മൂപ്പരുടെ വിചാരം ഇങ്ങനെ പനിയൊക്കെ ഉണ്ടോ നമ്മൾ തൊട്ട് നോക്കൂലേ, അങ്ങനെ നോക്കിയ ഷുഗർ അറിയാൻ പറ്റുന്നതാണ്. അത്രയും ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഈ ഷുഗർ നോക്കല് ലാബ് പോയി നോക്കണം, ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കിക്കാണ്, അതിനും അങ്ങനെ അതൊന്നും അറിയാനുള്ള ബുദ്ധിയില്ല ഈ മനുഷ്യന്. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി ഈ മനുഷ്യന് അങ്ങേയറ്റം ദരിദ്രനാണ്, പിന്നെ അത്ര വലിയ വിവരമൊന്നുമില്ല. ഡോക്ടർ പോക്കറ്റത്തെ പേഴ്സ് എടുത്തിട്ട് കുറച്ച് പൈസ എടുത്ത് ഈ മനുഷ്യന്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അവിടെ ലാബുണ്ട്, പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരുന്നു. എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ ഡോക്ടർ എന്നെ പനി പരിശോധിച്ച് മരുന്ന്. ആ മുമ്പിലുള്ള മനുഷ്യന്റെ ജാതിയോ മതമോ ഒന്നും ഈ ഡോക്ടർ പരിഗണിച്ചതില്ല. മുമ്പിലുള്ളത് മനുഷ്യനാണെന്ന് മാത്രമാണ് ആ ഡോക്ടർ കണ്ടത്.
എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ തേടി നടന്നൊരു മനുഷ്യനാണ് എൻ്റെ മുമ്പിലുള്ളത് എനിക്ക് മനസ്സിലായി. ഇതേപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഒരു സുഹൃത്തുണ്ട്, മുസ്തഫ എന്നാണ് പേര്. മൂപ്പര് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക, അങ്ങനെ പല ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് കുറേശ്ശെ പൈസ ഒക്കെ സ്വരൂപിച്ച് മൂപ്പര് അധ്വാനിക്കുന്ന പൈസ എന്നൊരു വിഹിതം വെച്ച് കൊടുത്ത് ഈ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ അങ്ങനെ സഹായിക്കുക, രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് സഹായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി കടപ്പുറത്ത് വന്നു. ഞാൻ പുസ്തകം എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് വെച്ച്, സുഭാഷ് ഇത് ഭയങ്കര ഇഷ്ടമല്ല ഈ വായിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമെന്നല്ല, എനിക്ക് ഏറ്റവും പ്രാന്താണ്. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ പോലെ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിഷാദത്തിലേക്ക് വീണു. ഞാനിപ്പോൾ ഈ അടുത്ത് കേട്ട ഏറ്റവും മികച്ച പഞ്ച് ഡയലോഗ് അതാണ്. നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അവർ പറഞ്ഞ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിഷാദത്തിലേക്ക് വീണു പോകും. അതെൻ്റെ കൂടി വാക്കാണ് മൂപ്പര് പറഞ്ഞത്. എനിക്ക് വേണ്ടി കൂടിയാ പറഞ്ഞാൽ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ മുസ്തഫാക്കാനോട് പറയും എനിക്ക് വായിച്ചിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രാന്താണ്. കുറെ കഴിഞ്ഞ് മൂപ്പര് എന്നോട് പറയുന്നത്, സുഭാഷിന് ആ പ്രാന്ത് പോലെ തന്നെയാണ് എനിക്ക് പ്രാന്ത്. എനിക്ക് ഓരോ മനുഷ്യന്മാരെ കാണുമ്പോൾ സഹായിച്ചിട്ടില്ല അവൻ്റെ ഭയങ്കര ഇടങ്ങേറാണ്. വെറുതെ രസത്തിന് പറഞ്ഞല്ല, ആ മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാണ്. എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് അങ്ങനെ? എനിക്ക് മനുഷ്യന്മാരെ സഹായിക്കാൻ പ്രാന്താവണമെന്ന്. അതാ എൻ്റെ നല്ല മനുഷ്യൻ എന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലുള്ള നല്ല മനുഷ്യന്മാരാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം അല്ല അതിന്റെ പിറ്റത്തെ പ്രാവശ്യം ഞാൻ ഗേറ്റിനപ്പുറം വന്നു നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ ഉള്ളിൽ കിടന്ന് വീർപ്പും മുട്ടി ആകെ തകിടം മറിഞ്ഞു പോകണം. ആ രീതിയിലാക്കുവോ? ഇതുപോലെ തന്നെ വേറെ ഒരാൾ എന്നോട് പറഞ്ഞൊരു കഥ. അയാളുടെ പേര് രവി എന്നാണ്, കഥാപാത്രത്തിന്റെ പേര്. ഈ രവി നാട്ടുകാർക്കൊന്നും അത്ര വലിയ പ്രിയപ്പെട്ട ആളൊന്നുമല്ല. കാരണം രവിക്ക് ജാതിയിലും മതത്തിലും ദൈവത്തിലൊന്നും താല്പര്യമില്ല. അയാൾ ഉള്ളിലുണ്ടോന്ന് അറിയില്ല, അയാൾക്ക് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇവര് കമ്പനിക്കാര് ദൈവത്തിന്റെ മതത്തിന്റെ പേരിൽ ചർച്ചകൾ നടത്തുമ്പോൾ, തർക്കങ്ങൾ നടത്തുമ്പോൾ അതിലൊന്നും പെടാതെ ഒരു റിബലിനെ പോലെ നടക്കുന്ന ഒരാളായിട്ടാണ് രവിനെ കാണുന്നത്. അവനെ കൂടുതൽ കൂട്ടില്ല. മൂപ്പരൊക്കെ തലതിരിഞ്ഞ ആളെന്നുള്ള ലെവലാണ്. ഒരു ഈ സുഹൃത്തുക്കളൊക്കെ ഒരു അനാഥാലയം സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അനാഥാലയത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി പറയുമ്പോൾ അവിടുത്തെ വാർഡനായിട്ടുള്ള ഒരാളാന്ന് തോന്നുന്നു. നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അവർ സ്ഥലം പറഞ്ഞു. നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരാൾ സ്ഥിരമായിട്ട് ഇവിടെ വരലുണ്ടല്ലോ, വന്നിട്ട് എല്ലാ മാസവും അയാൾ ഒരു നിശ്ചിത തുക ഇവിടുത്തെ കുട്ടികളെ ചെലവിലേക്ക് കൊടുക്കലുണ്ട്. അപ്പൊ അവര് ഞങ്ങളെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരാളാണ്, അങ്ങനത്തെ ഒരു മനുഷ്യൻ ഞങ്ങളെ നാട്ടിൽ കണ്ടിട്ടില്ല ഇതുവരെ. രവി എന്നാണ് പേര്. ഇവരുടെ അഹങ്കാരവും എല്ലാം താവിട് പുതിയായി. ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാണ്, മനസ്സിലായില്ലേ? റിബൽ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള മാനുഷിക വികാരങ്ങൾ നോക്കി നാണം കെട്ടിടാണല്ല തിരിച്ചു പോകുന്നവര്. അന്ന് മുതൽ അവര് മനുഷ്യന്മാരാണ്. മനുഷ്യത്വത്തിന്റെ ഒരു കഥ കേൾക്കുന്ന ആള് മനുഷ്യനാകും, മനസ്സിലായില്ലേ? അങ്ങനെ ആവണം. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയറിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായി? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഏകദേശം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ബോറടിച്ചിട്ടൊന്നുമില്ല ഞാൻ പറയുന്നത്? ഇല്ലല്ലോ. ഞാൻ എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു പഞ്ച് ഡയലോഗ് അടിക്കും. ഇവിടെ ഞാൻ എൻ്റെ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് നിർത്തട്ടെ, കേട്ടോ? ജാതി മത വർഗഭേദങ്ങൾക്കതീതം മനുഷ്യനെ മാത്രം കാണാൻ ശ്രമിക്കാം. അവൻ്റെ ഉള്ളിലുള്ള നന്മയെ പരിപോഷിപ്പിക്കുക, അവൻ്റെ ഉള്ളിലുള്ള തിന്മയെ ഇല്ലായ്മ ചെയ്യുക. ഇത് ഞാൻ പറയുന്നത് കേൾക്കും വലിയ രസം ഉണ്ടാവില്ല. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് BGM ഒക്കെ ഇട്ട് കേട്ട് നോക്കി, നല്ല കുമ്പുണ്ടാവും, മനസ്സിലായില്ലേ? ഇവിടെ വന്നതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഒക്കെ വലിയ സന്തോഷമുണ്ട്. ഈ വർഷത്തെ സാഹിത്യോത്സവന്റെ എൻ്റെ കഴുത്തിൽ എൻ്റെ ഓർമ്മയിൽ തൂങ്ങണ ആദ്യത്തെ ടാഗ് കേപുരം സെക്ടറിൻ്റെതാണ്. ഇതും ഞാൻ എൻ്റെ ഓർമ്മയുടെ ശേഖരത്തിലേക്ക് സന്തോഷത്തോടു കൂടി സൂക്ഷിച്ചു വെക്കുകയാണ്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ സാഹിത്യോത്സവത്തിൻ്റെ ആളുകളൊക്കെ എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ അവരോട് പറയലുണ്ട്,
ഞാൻ വരാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരാൻ. പക്ഷേ എന്നെ കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയാക്കണം, ഒരു കേടുപാടും പറ്റാതെ. അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് വാഹനമില്ല. വാഹനം ഉണ്ടായിട്ടും കാര്യമില്ല, വാഹനം ഓടിക്കാൻ അറിയില്ല. വണ്ടി ബൈക്ക് ഓടിക്കാനൊക്കെ ഞാൻ കുറെ ശ്രമിച്ചതാണ്. പക്ഷെ എൻ്റെ മൈൻഡിൽ നിറച്ചും കഥകളും മറ്റു ഭാവനയായിരിക്കും. ഞാനൊരു വഴിക്ക് പോകും, ബൈക്ക് ഒരു വഴിക്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുപോയാക്കണം. കാരണം ഈ കുറച്ച് 7 മണിക്ക് കാണല്ലോ നിങ്ങളുടെ പരിപാടി. അപ്പോൾ തിരിച്ചു പോകാൻ വണ്ടി ഒന്നും ഇല്ല. ഞാൻ ബസ്സിന് വരാമെന്ന് കുടുങ്ങി പോയിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ എന്നെ കൊണ്ടുവന്ന എൻ്റെ നാട്ടുകാരൻ പയ്യനാണത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഓനിങ്ങനെ ഓരോ ഇടവഴി തിരിക്കുമ്പോൾ തന്നെ ആ ഇടവഴി അപ്പം തന്നെ ഞാൻ മറന്നുപോയി. തിരിച്ചു പോകുമ്പോൾ ഞാൻ പെട്ടുപോകരുത്. അപ്പൊ ഇത്രയും റിസ്ക് എടുത്ത് എന്നെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്. അവർ റിസ്ക് എടുത്ത് എന്നെ കൊണ്ടുവരാറുണ്ട്, കൊണ്ടുപോയി ആക്കലുണ്ട്. അതിനു കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സന്തോഷം.